വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞാൽ വിശ്വാസമില്ലെങ്കിലും രേഖാപരമായിട്ട് നിങ്ങൾക്ക് തരേണ്ടത് ഞങ്ങളുടെ തന്നെ ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ്. കാരണം ഇനി നാളത്തെ പത്രത്തിലാ മറ്റോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അതിനെതിരായി കേസ് കൊടുക്കും. അതിന് വേണ്ടിയിട്ടായത് എല്ലാ ദിവസവും ഇങ്ങനെ തോന്നിയ വാർത്ത പ്രസിദ്ധീകരിക്കുക, ആ വാർത്ത എല്ലാവരും വായിച്ചുകൊള്ളണമെന്ന് നിർബന്ധം പിടിക്കുക, അതിനെതിരായിട്ട് ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടിയാണ് ഇപ്പം ഇത് തന്നത്. മതിയാകല്ലേ? ആ അതെ. അല്ല, അത് ആവശ്യമായ നിലപാട് നമ്മൾ സ്വീകരിക്കും. ആവശ്യമായ ബാങ്കിനെതിരായിട്ടില്ല, ബാങ്ക് അവർ തിരുത്തിയല്ലോ. ബാങ്കിന് പറ്റിയ പിശക് തെറ്റാണെന്ന് അവർ സമ്മതിച്ചു. അത് ഈ ടി ആണല്ലോ മാറിപ്പോയത്. ടിക്ക് പകരം ചെയ്യാണ് അവർ ചേർത്തത്. അത് തെറ്റായിപ്പോയി എന്നവർ പറഞ്ഞു, സമ്മതിച്ചു. അതിനെ ഈ നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണല്ലോ പർവ്വതീകരിച്ച് പ്രശ്നമുണ്ടാക്കിയത്. ന്യായമായ കാര്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അതെങ്കിലും നിലപാട് സ്വീകരിക്കാൻ കഴിയണ്ടേ? ആ അസംബന്ധ പ്രചരണമാണ്, തെറ്റായ പ്രചാരവേദിയാണ്. CH കരുണാകരനെ പോലെയുള്ള ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ മുൻപന്തിയിലൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണ്. അല്ലാതെ ഇക്കാലാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാം. അക്കാലത്ത് ജാതീയതക്കെതിരായും വർഗീയതക്കെതിരായിട്ടും ശക്തിയായ നിലപാട് സ്വീകരിച്ച് കേരളം തന്നെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമല്ല, പൊതുവായി കേരളം തന്നെ മുമ്പോട്ടേക്ക് വരുന്നൊരു കാലമാണ്. ആ കാലത്ത് ഇമാതിരിയുള്ള സംഭവങ്ങൾ കെട്ടിച്ചമച്ചു ഉണ്ടാക്കുന്നത് ബോധപൂർവമുള്ള പ്രചാരണത്തിന് വേണ്ടി, വർഗീയതയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളാണ് എന്നതാണ് സത്യം. അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയും തെളിവും ഉള്ളതല്ല. പിന്നെ അവസാനിപ്പിക്കാല്ലേ? നമുക്കൊന്ന് ചോദ്യം. ആ അതിനെ സംബന്ധിച്ച് അതും അവർ അവസാനിപ്പിക്കാൻ തയ്യാറെങ്കിൽ അതിനെതിരായിട്ട് കേസ് കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇനി വർത്താനം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.